Please be seated in the presence of the Lord. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവസ്ഥലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹത്തെ അറിയിക്കുന്നു. I thank the Lord for this day and I welcome everyone who is coming to the service in the name of our Lord Jesus Christ who is coming soon. കഴിഞ്ഞ ആഴ്ച നമ്മളായിരുന്ന ഇടങ്ങളിൽ ജോലി കാര്യങ്ങളൊക്കെയും ദൈവത്തിൻ്റെ സ്ഥാനത്ത് കൃപ കൂടെ ഇരുന്ന് ദൈവമായ കർത്താവ് നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും പരിപാലിച്ച കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. I thank the Lord and glorify Him for all the care and protection He afforded us and our kids throughout the last week. ഇന്ന് പലകാലം നമ്മൾ വായിക്കുവാനിടയായി തീർന്ന 8-ാമത്തെ സങ്കീർത്തനമാണല്ലോ. Today we have read from Psalm 8. ദാവീദിന്റെ സങ്കീർത്തനത്തിന്റെ ഹെഡിങ്ങിൽ കാണുവാനിടയായി തീരും. From the subtitle we can see that it's a Psalm of David. ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 8-ാമത്തെ സങ്കീർത്തനം. The 8th Psalm glorifies the Lord and praises and worships Him. യേശുവിന്റെ ഹല്ലേലൂയ ജീവിതകാലങ്ങളിൽ ദൈവമായ കർത്താവിന്റെ മശിഹാ സങ്കീർത്തനം എന്ന 2-ാമത്തെ മശിഹാ സങ്കീർത്തനമാണ് ഹല്ലേലൂയ 8-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനിടയായി തീരുന്നത്. In Psalm 8 we can see the second messianic psalm in the Bible. അതിന്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. Let's go to first verse please. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ്സ് വെച്ചിരിക്കുന്നു. O Lord, our Lord, how excellent is your name in all the earth, who have set your glory above the heavens. ഇന്ന് പലകാലം അല്പനേരം നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ശ്രേഷ്ഠമായ ഒരു നാമത്തെ പറ്റിയാണ്. Today we want to meditate on the idea of an excellent and glorified name. എല്ലാവരും വാ തുറന്ന് ദൈവത്തെ പറഞ്ഞ് ശ്രേഷ്ഠകരമായ നാമം യേശുവിന്റെ നാമമാണെന്ന്. Let's all repeat after us saying how excellent is the name of our Lord. Praise the Lord. Hallelujah. ഈ ലോകത്തിൽ അനേക പേരുകളും നാമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാമം യേശുവിന്റെ നാമമാണ്. Even though there are many names under this on this earth, the greatest of them is the name of our Lord Jesus. ദാവീദ് രാജാവാണെങ്കിലും ഹല്ലേലൂയ ആ രാജാവ് വിളിച്ചു പറയുകയാണ്, അനേക പേരുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, എന്നാൽ യേശുവിന്റെ ദൈവത്തിന്റെ പേരിന് ഒപ്പം വെൽക്കുവാൻ ഒരു പേരുകൾക്കും പറ്റത്തില്ല എന്ന്. King David says, I have seen and heard many names under the sun, but I've never seen one as excellent as the name of our Lord. യേശുവിന്റെ നാമത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ നാമം ഭൂമിയിലൊക്കെയും ശ്രേഷ്ഠകരമായ നാമമാണ്. What do we see as a special thing about the name of our Lord? We see here that His name is a name that is excellent throughout the world. അത് മാത്രമല്ല, ആകാശത്തിന്റെ തേജസ് വെച്ചിരിക്കുന്നു. And not just that, the glory of His name fills all of the heavens. ആകാശത്ത് മാത്രമല്ല, ആ തേജസ് നമ്മുടെ സന്നിധിയിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീരണം. And it's not just in the heavens that we should see the glory of the name of the Lord, but rather we should see it in our lives as well. മറുമലയിൽ യേശു ശിഷ്യന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ തേജസ് അവരിലേക്ക് വന്ന് മൂടുവാനിടയായി തീർന്നു. When Jesus and the disciples were on the Mount of Transfiguration, the glory of His name came and covered them all. മോശ സീനായി മലയിലേക്ക് കടന്നു ചെന്ന് ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ആ തേജസ്സിനാൽ ഹല്ലേലൂയ മോശ നിറയപ്പെടുവാനിടയായി തീർന്നു. When Moses went up to the Mount of Sinai, the glory of the Lord covered him. ആ തേജസ് മോശയുടെ മുഖത്ത് ഹല്ലേലൂയ ഉണ്ടായിരുന്ന താഴ്വരയിലേക്ക് ഇറങ്ങി വന്ന് ജനങ്ങളിലേക്ക് ഹല്ലേലൂയ കടന്നു വരുമ്പോൾ പറയുന്നുണ്ട്, നിന്റെ മുഖത്തൊരു മൂടുപടമിട്, നിന്റെ മുഖത്തേക്ക് എനിക്ക് നോക്കുവാൻ പറ്റത്തില്ല, അത്രത്തോളം നിന്റെ മുഖത്ത് തേജസ് ഉണ്ടല്ലോ എന്ന്. So much was the glory that was present on Moses' face that when he came down from the mountain into the valley, the people said, could you please put a veil over your face so that we can look at you. ആര് ദൈവസന്നിധിയോട് അടുത്ത് വരുന്നുണ്ടോ അവരുടെ മുഖം തേജസ്സിനാൽ നിറയപ്പെടുവാനിടയായി തീരും. Whoever comes close to the Lord, their face will be covered with the glory of the Lord. അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇത് തന്നെ കാണുന്നു, ഹല്ലേലൂയ ഞങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠകരമായിരിക്കുന്നെന്ന്. In verse 9 of that song we see a repeat of this sentiment, O Lord, our Lord, how excellent is your name in all the earth. ഹല്ലേലൂയ സ്തോത്രം. ലോകത്തിലെ ഹല്ലേലൂയ ശ്രേഷ്ഠകരമായ നാമം നമ്മുടെ നാവിന്മേൽ എടുക്കുവാൻ, അത് ഉച്ചരിക്കുവാൻ ഒരുക്കിയത് ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രമാണ്. കരങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ. Let us praise and thank the Lord because of the privilege that He has given us to take up and praise and worship this name. മനുഷ്യരായി ജനിച്ചിട്ടുള്ള എല്ലാവരുടെയും ആഗ്രഹമാണ് എല്ലാവരുടെയും നാമം ഉയർന്നിരിക്കണമെന്ന്. എന്നാൽ അതിനേക്കാൾ ഏറ്റവും വലുത് ദൈവത്തിന്റെ നാമമാണ്. ഇന്ന് പൽക്കാലം അതിൽ ഉയർന്നിരിപ്പാൻ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. Whoever is born as a human being on this earth often wants their name to be well known and be made excellent, but it is a truth that
it is the name of the Lord which should be excellent above every other name. ഈ ലോകത്തിൽ അനേക പ്രസിദ്ധമായ ആൾക്കാർ ജനിച്ചിട്ടുണ്ട്. അവരൊക്കെ മരിച്ച് കല്ലറയിൽ അടക്കപ്പെടുവാൻ ഇടയായി തീർന്നു. എന്നാൽ യേശുവിന്റെ നാമത്തിന്റെ പ്രത്യേകത അറിയാമോ? മൂന്നാം ദിവസം കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ഹല്ലേലൂയ പിതാവിന്റെ വലത്തുഭാഗത്തായിരിക്കുന്ന നാമമാണ് യേശുവിന്റെ നാമം. Many great and excellent people have been born on this earth, but they have all died and been buried and gone. But the truth about Jesus is that he is the only one who was resurrected from the dead, and his name is excellent above every other name. യെശയ്യാവിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ വായിക്കാം. Let's go to Isaiah chapter 12 verses 4 and 5 please. അന്നാളിൽ നിങ്ങൾ പറയുന്നത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ, ജാതികളുടെ ഇടയിൽ അവൻ്റെ പ്രവൃത്തികളെ അറിയിപ്പിൻ, അവൻ്റെ നാമം ഉന്നതമായിരിക്കുന്നു എന്ന് പ്രസ്താവിപ്പിൻ. യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവിൻ, അവൻ ശ്രേഷ്ഠമായി ചെയ്തിരിക്കുന്നു, ഈ ഭൂമിയിൽ എല്ലായിടവും പ്രസിദ്ധമാകട്ടെ. സിയോൻ നിവാസികളെ, ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യേ വലിയവനായിരിക്കയാൽ ഘോഷിച്ചുല്ലസിപ്പിൻ. And in that day you will say, praise the Lord, call upon his name, declare his deeds among the peoples, make mention that his name is exalted, sing to the Lord, for he has done excellent things, he is known in all the earth. Cry out and shout, O inhabitant of Zion, for great is the Holy One of Israel in your midst. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ പ്രവചനാത്മാവിൽ വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. അന്നാൾ പറയേണ്ടത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന പൽക്കാലം നമ്മൾ കടന്നു വന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ വേണ്ടിയാണ്. Here prophet Isaiah says in a prophetic spirit that we should all be praising the Lord, and that is what we should be doing today. ഒന്നാമത് നമ്മൾ സ്തോത്രം ചെയ്യാൻ കടന്നു വന്നു. രണ്ടാമത് കാണുന്നത് അവന്റെ നാമത്തെ വിളിച്ചറിയിക്കുവാൻ വേണ്ടിയാണ്. Firstly, we are here to praise the Lord, and secondly, we are here to call upon his name. മൂന്നാമത് കാണുവാനിടയായി തീർന്നത് അവനെ പറ്റി, അവന്റെ നാമത്തെ പറ്റി എന്നറിയാമോ? ജാതികളിൽ അറിയിക്കുവാനിടയായി തീരണം. And thirdly, we must declare his deeds among the people we are in. അത് മാത്രമല്ല അവന്റെ നാമം എന്ത് എന്നറിയാമോ? എല്ലാ നാമത്തിനും മീതായി ഉയർന്നിരിപ്പാനും ഇടയായി തീരണം. And finally, we should make sure that his name is exalted above every other name. അഞ്ചാമത്തെ വാക്യത്തിലേക്ക് കടന്ന് യഹോവയ്ക്ക് കീർത്തനം പാടുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിപ്പാൻ ഇടയായി തീരണം. In verse 5, we are exhorted to sing to the Lord. എന്താണെന്നറിയാമോ? എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അവന് ശ്രേഷ്ഠകരമായി ചെയ്തിരിക്കുന്നത്, മറ്റുള്ളവരെക്കാൾ ചെയ്തതിനേക്കാൾ ഉപരിയായി ഏറ്റവും ശ്രേഷ്ഠകരമായി അനുഗ്രഹമായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവം എനിക്ക് നിനക്കും വേണ്ടി ചെയ്തിരിക്കുന്നത്. And why should we sing to him? Because he has done excellent things in our lives and things that have not been done in anyone else's life. ഏതാണെന്നറിയാമോ ശ്രേഷ്ഠകരമായ കാര്യം ചെയ്തത്? എൻ്റെ നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി കുരിശിന്മേൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട അവർ ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു. അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായുള്ള കാര്യം. So what is the most excellent thing that the Lord has done for you? The Lord has sent his son to redeem us, who died for our sins, was crucified on the cross between two thieves, was buried and was resurrected again on the third day as a propitiation for our sins. അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മാത്രം പോരാ. ദൈവത്തിന്റെ വചനം വായിക്കുന്നത് അത് ഭൂമിയുടെ എല്ലായിടവും അറിയിക്കുവാനിടയായി തീരണം. And we should not be the only ones who know this truth, but rather we should proclaim his gospel to the ends of the earth. Praise the Lord. Hallelujah. ദൈവത്തിന്റെ നാമം ഇസ്രായേൽ മക്കളുടെയിൽ അത് ശ്രേഷ്ഠമായി ഇറങ്ങുവാനിടയായി തീർന്നു. And we see that the name of the Lord was excellent among the midst of the children of Israel. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം ചെയ്ത ഹല്ലേലൂയ ശ്രേഷ്ഠകരമായ കാര്യങ്ങൾ പഴയ നിയമത്തിലേക്ക് കടന്നുപോയാൽ കാണുവാനിടയായി തീരും. അല്ല ചെങ്കടനെ രണ്ടായിട്ട് വിഭാഗിപ്പാനിടയായി തീർന്നു. If we look at the great and awesome things that the Lord did for the children of Israel, we can see that the Lord parted the Red Sea into two for the children of Israel to pass through. മരുഭൂമിയിൽ ആഹാരമില്ലാതെ ഒഴിഞ്ഞു വന്ന സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗ്ഗത്തിലെ ശക്തന്മാരുടെ ഭോജനമാകുന്ന മന്ന അവർക്ക് വേണ്ടി പൊഴിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. And when they had no food in the wilderness, the Lord gave them the food of the angels, which was manna, which came down from heaven. അവർ ദാഹിച്ച് തളർന്നിരുന്ന് കഴിഞ്ഞപ്പോൾ മോശയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അറിയാമോ? പാറയിൽ തീക്കൽ പാറയുന്നവർക്ക് ജലം ഒഴുകുവാനിടയായി തീർന്നു. And when they had no water to drink and were thirsty, and when they complained against Moses, the Lord gave them water to drink from flint stone. അതുകൊണ്ട് ആ യേശുവിന്റെ നാമം ഹല്ലേലൂയ ഏറ്റവും വലിയേറിയ നാമമാണ്. ആ നാമത്തിന്റെ അടുത്ത് വരുമ്പോൾ ഹല്ലേലൂയ പിശാചുകൾ വിറയ്ക്കുവാനിടയായി തീരും. And that is why the name of Jesus is the greatest name on this earth, and when that name is uttered, every devilish spirit will tremble. ആറാമത്തെ വാക്യത്തിൽ വായിക്കുന്ന സിയോൻ നിവാസികളെ, ഇസ്രായേലിലെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യേ വിലയേറിയവനാകുന്നു, ഘോഷിപ്പീൻ. In verse 6 we read, cry out and shout, O inhabitant of Zion, for great is the Holy One of Israel in your midst. നമ്മൾ ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനായ ദൈവമാണ്. The Lord whom we worship is a holy God.
God. ഹല്ലേലൂയ. മറ്റ് ദൈവങ്ങളോട് തുലനം ചെയ്യുവാൻ നമ്മുടെ ദൈവത്തിന് പറ്റത്തില്ല. ഹല്ലേലൂയ. ഇതുപോലെ പരിശുദ്ധിയും വിശുദ്ധിയുള്ള ദൈവത്തിന്റെ അടുക്കിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ പറ്റത്തില്ല. നമ്മൾ വിശുദ്ധമായി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. His name is incomparable to all the other so-called names of gods on this earth, and we can only come close to him with purity and holiness. പുറമേയുള്ള കഴുകൽ കൊണ്ടോ കുളി കൊണ്ടോ ശുദ്ധി കൊണ്ടോ പറ്റത്തില്ല. നമ്മുടെ ഹൃദയത്തെ യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് അല്ലെങ്കിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കരുണ ലഭിപ്പാനിടയായി തീരും. You cannot approach his presence merely by external bathing alone, but rather you need to be bathed by the blood of Jesus and be cleansed of your sins before you can approach him. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്ന ആര് ദൈവത്തെ കാണുന്നറിയാമോ? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവര് ദൈവത്തെ കാണുവാനിടയായി തീരും. In the scriptures we read, blessed are those who are pure in their hearts, they shall see the Lord. ഇന്നലെ ഞങ്ങൾ ICPF മീറ്റിംഗിന് കടന്നു പോയപ്പോൾ അവിടെ USA കടന്നു വന്ന് പ്രസംഗിച്ച കർത്താവിദാസൻ പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അനേക പാപങ്ങളിൽ ഒക്കെ താൻ ഹല്ലേലൂയ ഇടപെടുവാനിടയായി തീർന്നു. എന്നാൽ ദൈവത്തെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ ക്യാൻസർ പോലെ ട്യൂമറൊക്കെ ഉണ്ടായിരുന്നു. താൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവമായ കർത്താവ് ഇറങ്ങി വന്ന് അതിനെ സൗഖ്യമാക്കുവാനിടയായി തീർന്നെന്ന്. The man of God from the US who was preaching in the ICPF meeting yesterday was saying how he was stuck in many sins over the course of his life, and when he found the Lord healed him of all his diseases, including that of cancer. നമ്മുടെ ദൈവം മാറി നിൽക്കുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം സമീപസ്ഥനായി അടുത്ത് വന്ന് നമ്മുടെ ആവശ്യത്തിന് മേൽ നമ്മുടെ കൂടെ ഇടപെടുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. Our God is not a Lord who stands far away from us, but rather our God comes close to us and heals us of all the things that we need help from. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കാം. 3-4 വാക്യങ്ങൾ. Let's go to Daniel chapter 4 verses 3 and 4 please. അവൻ്റെ അടയാളങ്ങൾ എത്ര വലിയവ, അവൻ്റെ അത്ഭുതങ്ങൾ എത്ര ശ്രേഷ്ഠമായവ. അവൻ്റെ രാജ്യത്വം എന്നേക്കുമുള്ള രാജ്യത്വവും അവൻ്റെ ആധിപത്യവും തലമുറകളിലുമാകുന്നു. നെബൂഖദ്നേസർ എന്ന ഞാൻ എൻ്റെ അരമനയിൽ സ്വൈര്യമായും എൻ്റെ രാജധാനിയിൽ സുഖമായും വസിച്ചിരിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. How great are his signs and how mighty his wonders. His kingdom is an everlasting kingdom, and his dominion is from generation to generation. I, Nebuchadnezzar, was at rest in my house and flourishing in my palace. നെബൂഖദ്നേസർ രാജാവ് സ്വസ്ഥമായി ഹല്ലേലൂയ താൻ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. തൻ്റെ രാജ്യത്തെക്കാട്ടിലും തൻ്റെ നാമത്തെക്കാട്ടിലും അത്ഭുതകരമായൊരു നാമത്തെയും ശ്രേഷ്ഠകരമായ ഹല്ലേലൂയ സ്തോത്ര സിംഹാസനത്തെ പറ്റിയുള്ള ഒരു സ്വപ്നം കാണുവാൻ ഇടയായി തീർന്നു. While King Nebuchadnezzar was flourishing at peace in his palace, he dreamed a dream where he saw a name that was more excellent than his name and more exalted than his throne. നെബൂഖദ്നേസർ രാജാവിൻ്റെ രാജ്യത്വത്തിന് ഒരു അവസാനമുണ്ട്. ഇവിടെ വായിക്കുന്നത് അവൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. അവൻ്റെ ആധിപത്യം തലമുറ നിൽക്കുവാനിടയായി തീരുന്നു. King Nebuchadnezzar knew that his kingdom would one day come to an end, but he saw that this kingdom that he dreamed about was an everlasting kingdom. ലോകത്തിൻ്റെ ആരംഭം ഇന്നോളം അനേക രാജഭരണങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട്. എന്നാൽ അതൊക്കെ അല്ലെങ്കിൽ കാലത്തിൻ്റെ യവനിയിൽ അതൊക്കെ കടന്നുപോയി. എന്നാൽ ഇന്നും നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ ഭരണമാണ്, രാജ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കിങ്ഡമാണ് എന്നും നിലനിൽക്കുവാനിടയായി തീരുന്നത്. Many kings and kingdoms have ruled over many parts of this earth from time immemorial, but at the same time the only kingdom that lasts forever is the kingdom of God. നെബൂഖദ്നേസർ പറയുകയാണ് അവൻ്റെ അത്ഭുത പ്രവൃത്തികൾ എത്ര ശ്രേഷ്ഠമാണ്, എത്ര വർണ്ണിച്ചാൽ പോലും അത് കഴിയാത്തതാണെന്ന് പറയുവാനിടയായി തീർന്നു. And that's why King Nebuchadnezzar says how great are his signs and how mighty his wonders regarding the Lord. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ 6 വാക്യങ്ങൾ വായിക്കാം. Let's go to 1 Peter chapter 2 verses 4 to 6 please. മനുഷ്യൻ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. Coming to him as to a living stone, rejected indeed by men, but chosen by God and precious, you also, as living stones, are being built up a spiritual house, a holy priesthood, to offer up spiritual sacrifices acceptable to God through Jesus Christ. Therefore, it is also contained in the scripture, behold, I lay in Zion a chief cornerstone, elect, precious.
and he who believes on him will by no means be put to shame. ഇവിടെ കാണുവാനിടയായി തീർന്ന ശ്രേഷ്ഠമായ നാമത്തിൻ്റെ അടുക്കിലേക്ക് നമ്മൾ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മളെ ശ്രേഷ്ഠമാക്കി തീർക്കുവാനിടയായി തീരുമെന്ന്. Here we see that as we come close to the most excellent name of the Lord will also help us to be more excellent. ഹല്ലേലൂയ. യഹൂദന്മാരിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ യേശുവിനെ അവർ തള്ളിക്കളഞ്ഞു, ഒരു മൂലക്കല്ലാക്കി തീർക്കുവാനിടയായി തീർന്നു. When Jesus went to the Jewish people, they rejected him. ഹല്ലേലൂയ. ആ കല്ലിന്മേലാണ് ദൈവസഭ പണിയുവാനിടയായി തീർന്നത്. But yet the Lord chose him as a cornerstone and built up his church on that cornerstone. ഇതുപോലെ നമ്മളെ ഓരോരുത്തരെയും സമൂഹത്തിൽ നിന്ന്, ജാതിയിൽ നിന്ന്, മതത്തിൽ നിന്ന്, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് എന്നെ നിങ്ങളെയും പല ആളുകൾ തള്ളിക്കളഞ്ഞതാണ്. എന്നാൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ എന്നെ നിങ്ങൾ എന്നറിയാമോ, ക്രിസ്തുവാദ സഭയിലെ ഓരോ കല്ലുകളും ആക്കി വെക്കുവാനിടയായി തീർന്നു. And just like that, we might have faced rejection from our community, from our family and friends at different points in time. But yet, when we came close to the Lord used us as His heavenly building blocks in His church. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന നമ്മൾ ഓരോരുത്തരെയും ഇവിടെ പറയുന്നത് മൂന്നുപരമായ കാര്യമാണ്. ഹല്ലേലൂയ. ഒന്ന് ശ്രേഷ്ഠമായത്, രണ്ട് മാന്യമായത്, മൂന്ന് കാണുന്നത് ജീവനുള്ള കല്ലുകളാക്കിയാണ് നമ്മൾ ദൈവം തീർത്തിരിക്കുന്നത്. Here we can see that the Lord has done three things to us. He has made us honorable, He has made us acceptable, and He has made us a holy building block. അഞ്ചാമത്തെ വാക്യത്തിൽ കടന്നു വരുമ്പോൾ നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയകൃതമായ യേശു ക്രിസ്തു മുഖാന്തരം ഒരുമിച്ച് പണിയപ്പെടുകയാണ്. In verse 5 we see that when we come close to the Lord, we are being used as living building blocks into His heavenly building. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി. ഇത് ഞായറാഴ്ച കടന്നു വരുമ്പോൾ ഓർപ്പിക്കുവാനുള്ളത്, നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രസാദം അതിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീരും. In verse 5 we can see that when we come close to the Lord, then we become a sacrifice that is acceptable to God. അത് മാത്രമല്ല, ഹല്ലേലൂയ, വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. നമ്മൾ ഓരോരുത്തരും വിശുദ്ധീകരണം പ്രാപിച്ച ദൈവത്തിലേക്ക് അടുത്തു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. And not just that, He's accepting us into a holy priesthood. So just like that, the Lord expects us to be holy and become a part of His holy priesthood. വീണ്ടും അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ശ്രേഷ്ഠവും മാന്യമായ കല്ലാണ് സിയോനിൽ ഇട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഓരോ വീട് പണിയുമ്പോഴും ഓരോ മൂലക്കല്ലിടുന്നുണ്ട്. അതുപോലെയല്ല, അവിടെ സിയോനിൽ അല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന കല്ലുണ്ടല്ലോ, ഹല്ലേലൂയ, യേശു എന്ന മൂലക്കല്ലുണ്ടല്ലോ, അത് ശ്രേഷ്ഠവും മാന്യമായിട്ടുള്ളതാണ്. And that is why the apostle says, behold, I lay in Zion a chief cornerstone, elect and precious. അത് അടുത്ത് വായിക്കുന്ന, അവൻ വിശ്വസിക്കുന്ന ഒരുത്തരും എന്ത് ചെയ്യത്തില്ല, ഒരുമിച്ച് പറഞ്ഞേ, ലജ്ജിച്ചു പോകുകയില്ല. ഹല്ലേലൂയ. And in the next very line we read, and he who believes on him will by no means be put to shame. ഹല്ലേലൂയ. ലോകത്തിലോ പണത്തിലോ സമ്പത്തിലോ അല്ല ഭാര്യയിലോ ഭർത്താവിലോ മക്കളിലോ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലജ്ജിച്ചു പോയേക്കാം. എന്നാൽ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശുവിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരിക്കലും നമ്മൾ ലജ്ജിച്ചു പോകുവാനിടയാകത്തില്ല. If you put your confidence on the things around you, on your spouse, on your blessings and on your riches, then you might face shame. But if you put your confidence in the Lord, then you will never be put to shame. 1 പത്രോസ് 5-ാം നാലാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, എന്നാൽ ഇടയശ്രേഷ്ഠനായ കർത്താവ് നമുക്ക് വേണ്ടി പ്രത്യക്ഷനാകുമ്പോൾ എന്നറിയാമോ, തേജസ്സിന്റെ വാടാത്ത കിരീടം നമ്മുടെ തലമേൽ വെക്കുവാനിടയായി തീരുമെന്ന്. When we go to 1 Peter chapter 5 verse 4, we read, and when the chief shepherd appears, you will receive the crown of glory that does not fade away. യേശുവിന്റെ അടുത്തൊരു പ്രത്യേകതയാണ്, അവൻ നമ്മുടെ ഇടയന്മാരുടെ ശ്രേഷ്ഠനായ ഇടയനാണ്. ഹല്ലേലൂയ. അതിനേക്കാൾ വലിയ ഇടയനില്ല. ഹല്ലേലൂയ. യേശു മാത്രം വലിയ ദൈവമാണ്. And when we examine the attributes of our Lord Jesus Christ, we can see that He is the chief shepherd and there is no one greater than Him. ഞാനും നിങ്ങൾ ഈ ലോകത്തിൽ ദൈവത്തിന് വേണ്ടി ഓടിയതിനും അധ്വാനിച്ചതിനും ഇടയശ്രേഷ്ഠനായ കർത്താവ് അവർ പ്രത്യക്ഷനാകുമ്പോൾ ലോകത്തിൽ ലഭിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളൊക്കെ വാടിപ്പോകുന്നതാണ്. വാടാത്തൊരു കിരീടം നമ്മുടെ ഓരോരുത്തരുടെ തലയിൽ വെക്കുവാനിടയായി തീരും. ആ സമയത്ത് നമുക്ക് മനസ്സിലാകും ആരൊക്കെയാണ് ദൈവത്തിന് വേണ്ടി ഓടിയെന്ന് അധ്വാനിച്ചതെന്ന്. When we take efforts for the Lord and when we work hard for Him, the Lord will see it, and in due time He will give us a crown of glory that will not fade away and that does not diminish as with blessings on this earth. ആ സമയത്ത് നമ്മൾ ലജ്ജിച്ചു പോകുവാനിടയാകരുത്. ഈ സമയത്ത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനും പ്രവർത്തിക്കുവാനും ഓടുവാനും അധ്വാനിപ്പാനുള്ള നല്ല സമയമാണ് ഇപ്പോൾ. This is the right time and the acceptable time to work hard for the Lord
and when we stand before the judgment seat of Christ, we should not be put to shame. ഹല്ലേലൂയ. മർക്കോസ് 9:41 കാണുവാനിടയായി തീരും. എന്നാൽ യേശുവിന്റെ നാമത്തിന് പ്രതി ഒരു പാത്രം വെള്ളം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. In Mark chapter 9 verse 41, we see that for whoever gives you a cup of water to drink in my name, he will by no means lose his reward. യേശുവിന്റെ നാമത്തിന്റെ വേണ്ടി ഞാനും നിങ്ങളും ചെറുതോ വലുതോ ഏത് കാര്യം ചെയ്താലും, ഇവിടെ കടന്നു വന്ന ഒരു കസറിയിട്ടാലും അല്ലെങ്കിൽ കേബിൾ മടക്കിയാൽ ചെറിയ കാര്യങ്ങൾ ചെയ്താലും ദൈവത്തിന്റെ അല്ലെങ്കിൽ ഡയറിയിൽ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ മറന്നുപോയാലും മറന്നു പോകാതെ എൻ്റെ ഇതിൻ്റെ പേര് വിളിച്ച് മാനിക്കുന്ന ഒരു സമയമുണ്ട്, പ്രതിഫലം നൽകുന്ന ഒരു സമയമുണ്ട്. No matter how trivial a service that you might do in the name of the Lord, whether it be putting a chair in place or tying up a cable, at the right time the Lord will give you a due reward for your service. യേശുവിന്റെ നാമത്തിന്റെ അടുത്തൊരു പ്രത്യേകത നമുക്ക് വായിക്കാം. ഫിലിപ്പിലേഖനം 2-ാം 10-11 വാക്യങ്ങൾ വായിക്കാം. Let's see another attribute of the name of Jesus. Let's go to Philippians chapter 2 verses 10 and 11 please. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. That at the name of Jesus every knee should bow, of those in heaven and of those on earth and of those under the earth, and that every tongue should confess that Jesus Christ is Lord, to the glory of God the Father. ലോകത്തിലെ രാജാക്കന്മാരുടെ മുൻപിൽ ലോകത്തിലുള്ള അല്ലെങ്കിൽ ആ രാജ്യത്ത് അതിലുള്ള ജനങ്ങളുടെ മുഴങ്കാല് മാത്രമേ മടങ്ങത്തുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേകത അറിയാമോ? അങ്ങനെ സ്വർഗത്തിലുള്ള ദൂതന്മാരുടെയും ഭൂമിയിലുള്ള രാജാക്കന്മാരുടെ പ്രജകളുടെയും എല്ലാവരുടെയും ഒരുപോലെ മുഴങ്കാല് മടങ്ങിയിട്ട് അത് മാത്രമല്ല യേശു കർത്താവെന്ന് നാവ് കൊണ്ട് ഏറ്റു പറയുവാനിടയായി തീരും. For an earthly king, only his subjects and those living in his kingdom will bow down before him. But on the name of Jesus, every knee of those on earth, of those in heaven, and those under the earth will bow down to him. ഇന്ന് യേശു കർത്താവല്ലെന്ന് പറഞ്ഞ് നിഗളിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്, സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ആൾക്കാരുണ്ട്. യേശുവിന് വേണ്ടി നമ്മൾ ട്രാക്ട് കൊടുക്കുമ്പോൾ അതൊക്കെ വലിച്ചു കയറിയും തുക്കുകയും ദൈവനാമത്തിന്റെ ആൾക്കാരെ ദൈവത്തിന് വചനം പറയുന്നത് അടിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അവസാനം ദൈവത്തിന് വചനം വായിക്കുന്ന അന്ന് അവരുടെ മുഴങ്കാലും മടങ്ങിയിട്ട് യേശു കർത്താവ് എന്ന് പറയുവാനിടയായി തീരും. ഇന്ന് മുഴങ്കാലും മടക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഹല്ലേലൂയ. അതിനുവേണ്ടി ഒരുങ്ങി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. When we preach the gospel before other people, they might reject it out of hand, they might even tear up the tract that you give them. But one day, even those who reject him and those who live in their pride and haughty nature and those who live in an immoral way, even they will be forced to accept that the name of Jesus Christ is the most exalted name on this earth. എന്തിനെന്നറിയാമോ? യേശു കർത്താവ് എന്ന് പറയുന്നത് പിതാവിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗ്ഗത്തിൽ പോകും, അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പറഞ്ഞിട്ട് നേരെ നരകത്തിലേക്കാണ് പോകുന്നത്. And why do they do that? It is because they will do it for the exaltation of the name of for the name of God the Father. If you confess Jesus before him today, you will reach heaven. But if you confess him on that final day, you will confess his excellence, but you will go to hell directly afterward. ഇപ്പോഴാണ് സുപ്രസാദ കാലം, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം. ദൈവത്തിലേക്ക് അടുത്ത് വന്ന് യേശു കർത്താവെന്ന് ഞാൻ നിങ്ങൾ വാഗൊണ്ട് ഏറ്റു പറഞ്ഞ് ഹൃദയത്തിൽ ദൈവത്തെ സ്വീകരിച്ച് യേശുവിന്റെ നാമത്തിനു വേണ്ടി ജീവിച്ചു കഴിഞ്ഞാൽ നിത്യതയിലെ യുഗായുഗം ദൈവത്തോടൊപ്പം വാസിക്കുവാനിടയായി തീരും. This is the acceptable time. This is the time of salvation. And if you accept the name of Jesus today, then you will stay for eternity with the Lord Jesus Christ. നമ്മൾ വായിച്ച 8-ാം സംഗീതത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കാം, നിന്റെ വൈരിയുടെ നിമിത്തം ശത്രുക്കളെയും പകയിനെയും മിണ്ടാതാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. And from Psalm 8 verse 2 we read, you have ordained strength because of your enemies, that you may silence the enemy and the avenger. അത് മാത്രമല്ല ശിശുക്കളെയും മുല കുടിക്കുന്നവരെ വായിൽ നിന്ന് ബലം നിയമിക്കുവാനിടയായി. ഇന്ന് പലകാലം ആരാധന കടന്നു വന്ന ദൈവമക്കളുടെ വായിൽ ദൈവം ഒരു പുതിയ ബലം നൽകുവാനിടയായി തീരും. And not just that, he has ordained strength out of the mouth of babes and nursing infants. Today if you are praising and worshiping the Lord, then the Lord will ordain you with strength. ഒന്നാമത് നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടായിരിക്കണം, കർത്താവ് ഇന്നത്തെ ആരാധനയിലെ ആ ശക്തി ബലം എൻ്റെ ജീവിതത്തിന്മേൽ നാവിന്മേൽ നീ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. But firstly we must come to him with desire and come to the Lord's presence asking, Lord, ordain me with strength. ആ
അത്യന്ത ശക്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മൺകൂടാരത്തിലേക്ക് ഇറങ്ങി വന്ന് അല്ല ഇതുവരെ നമ്മൾ സംസാരിച്ച പോലെയല്ല അല്ല അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിപ്പാനും ഇടയായി തീരും. And when we come to the Lord with that earnest desire, then the Lord will give us His Holy Spirit so that we are able to worship Him with tongues in our earthen vessels. നാലാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് മർത്യനെ നീ ഓർക്കേണ്ടത് എന്ത്, മനുഷ്യപുത്രനെ നീ സന്ദർശിക്കേണ്ടത് എന്തു മാത്രം. In verse 4 we read, what is man that you are mindful of him, and the son of man that you visit him. ദൈവം നമ്മളെ സന്ദർശിപ്പാൻ ആഗ്രഹിക്കുന്ന സമയങ്ങളാണ്. This is the time that the Lord desires to visit you. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി കൊടുത്തിട്ട് കർത്താവേ നീ ഒന്ന് സന്ദർശിക്കണം. ഏതേലും തോട്ടത്തിൽ ഇറങ്ങി വന്ന് ആദാവിനെ ഹവ്വയെ സന്ദർശിച്ചതുപോലെ നമ്മളെ സന്ദർശിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. Today let us come to the Lord and pray to him, Lord visit me, just as the Lord visited Adam and Eve in the Garden of Eden. The Lord desires to visit you. വെറുതെ ഒന്ന് സന്ദർശിക്കത്തില്ല, നമ്മളെ വന്ന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ താഴ്ത്തി കൊടുക്കുമ്പോൾ മാത്രമേ ദൈവം സന്ദർശിക്കത്തുള്ളൂ. The Lord will not visit you in any way, or in any which way, but rather he will only visit you if you humble yourself before him. അഞ്ചാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ച് കാണുന്നു, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ് ബഹുമാനം ദൈവം നമ്മളെ അണിയിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. In verse 5 we read how the Lord created human beings. We read, you made him a little lower than angels and you've crowned him with glory and honor. അടുത്ത വാക്കുകൾ വായിക്കുന്ന ആകാശത്തിലെ അല്ലെങ്കിൽ പക്ഷികളും സമുദ്രത്തിലെ മത്സ്യങ്ങളൊക്കെയും ഹല്ലേലൂയ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു. എന്നാൽ പലപ്പോഴും മനുഷ്യരുണ്ടല്ലോ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഓടുന്ന ആൾക്കാരാണ്. We read in the following verses that the beasts of the field and the birds of the air often hear the voice of the Lord, but human beings often run in pride and do not listen to the Lord's voice. അവസാനത്തെ വാക്യത്തിൽ വീണ്ടും കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ദൈവമായ യഹോവേ നിന്റെ നാമം എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ, ഭൂമിയിൽ എല്ലായിടത്തും ശ്രേഷ്ഠകരമായിരിക്കുന്നു. ആ നാമത്തെ ഉയർത്തുവാൻ ആരാധിപ്പാൻ ഒരിക്കൽ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വചനങ്ങളായ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. In coming to verse 9 we read, Lord, oh Lord, how excellent is your name in all the earth. Let the Lord give us the strength to praise and worship his holy name. May the Lord bless us by these words. Amen. Thank you. God bless you. നമുക്ക് സാക്ഷ്യം